ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എടവണ്ണയിൽ വെച്ചാണ്. എടവണ്ണയിൽ ഒരുപാട് പുത്തൻ പ്രസ്ഥാനക്കാരായ മുജാഹിദുകളായ ആളുകൾ ഉണ്ടാകും. ഞാൻ അവരോട് ചോദിക്കുകയാണ്, അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്നേഹത്തോടെ പറയുകയാണ്, എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ എടവണ്ണയിൽ ഒരുപാട് മുജാഹിദുകളുടെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. ദഅവ വിങ് എന്നറിയപ്പെടുന്ന മർക്കസു ദഅവയുണ്ടല്ലോ. അതുപോലെ തന്നെ KNM എന്നറിയപ്പെടുന്ന വേറൊരു വിഭാഗമുണ്ട്. ഈ ജിന്നുകൾ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടാറുള്ള വിസ്ഡം വിഭാഗവും ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ വിഭാഗങ്ങളിൽ ഓരോ വിഭാഗത്തിന്റെയും വിശ്വാസം തൊട്ടപ്പുറത്തുള്ള വിഭാഗത്തെ കുറിച്ച് എന്താണ്? എടവണ്ണയിലെ മുജാഹിദുകളായ പ്രവർത്തകരെ, നിങ്ങൾ പള്ളികളിൽ കൂടാറുണ്ടല്ലോ ജുമഅക്ക്. അവിടെ വെച്ച് ഓരോ വിഭാഗവും നടത്തുന്ന പ്രസംഗം എന്താണ്? ഖുതുബ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മലയാള പ്രസംഗം അവിടെ നടത്താറുണ്ടല്ലോ. ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കാറുള്ളത് എന്താണ്? ജിന്നുകളുടെ സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്ന വിസ്ഡം വിഭാഗം മുശ്രിക്കാണെന്ന് പറയുന്നവരല്ലേ മർക്കസു ദഅവ? മുശ്രിക്കാണെന്ന് പറയുന്നവരല്ലേ KNM വിഭാഗങ്ങൾ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുന്നികൾക്കിടയിൽ ഞങ്ങളുടെ ആദർശം വെച്ച് പുലർത്തുന്ന പലരും പല ഗ്രൂപ്പുകളായി പിരിഞ്ഞിട്ടുണ്ട്. അതെല്ലാം സംഘടനാപരമായ വ്യത്യാസങ്ങളാണ് എന്നല്ല. ഇസ്ലാമിലെ ഒരുപാട് ഗ്രൂപ്പുകളായി മുജാഹിദുകളുടെ 3 വിഭാഗവും എടുത്തോളൂ, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി എടുത്തോളൂ. ഏതൊക്കെ ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ടോ, ഇവരെ ആരെങ്കിലും സുന്നികൾ ആ വിഭാഗം ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറയാറില്ല. എന്തുകൊണ്ട് പറയാറില്ല? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം കഫു അമ്മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ച ആളുകൾ മുസ്ലിങ്ങളാണ്. പക്ഷേ അവര് വഴി തെറ്റിപ്പോയവരാണെന്ന് ഞങ്ങൾ പറയുന്നു. പുത്തൻ വിഭാഗങ്ങളാണ് എന്ന് ഞങ്ങൾ പറയുന്നു. അതിനൊരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ നോക്കൂ നിങ്ങൾ, ഖവാരിജുകൾ 20-ലധികം വിഭാഗങ്ങൾ. ഓരോ വിഭാഗവും ഞാൻ പറയുകയല്ല. അബ്ദുൽ ഖാദിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഫർഖു ബൈനൽ ഫിറഖ്, അതായത് ഇസ്ലാമിലെ ഗ്രൂപ്പുകൾക്കിടയിലുള്ള വ്യത്യാസം, ഇത് പറയാൻ വേണ്ടി ഓരോ വിഭാഗത്തിന്റെയും വിശ്വാസങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോ മഹാനായ അബ്ദുൽ ഖാദിർ ബഗ്ദാദി 2 നൂറ്റാണ്ടല്ല, ഏകദേശം 5, 6, 8, 9, 10 നൂറ്റാണ്ടോളം മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ അബ്ദുൽ ഖാദിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖൗലുഹും ബി അന്ന മുഖാലിഫീൻ മിൻ ഹാദിഹിൽ ഉമ്മ മുശ്രികൂൻ. അവരുടെ ആശയം പറയാത്ത തൊട്ടപ്പുറത്തുള്ള വിഭാഗങ്ങളെല്ലാം മുശ്രിക്കുകളാണ് എന്ന് വിശ്വസിക്കുന്നവരാകുന്നു ഖവാരിജുകൾ. ഇവിടെയുള്ള KNM വിസ്ഡം വിഭാഗത്തെ കുറിച്ച് മുശ്രിക്കെന്ന് പറയുന്നു. ഈ അടുത്ത് നടന്ന ഒരു ചർച്ചയിൽ നിങ്ങൾ കണ്ടില്ലേ, KNM-ഉം വിസ്ഡം വിഭാഗവും നടത്തിയ ഒരു സംവാദം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈസൽ മൗലവി എന്നറിയപ്പെടുന്ന വിസ്ഡം വിഭാഗത്തിന്റെ ആചാര്യനാകുന്ന മൗലവി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുന്നത് തങ്ങൾ പച്ച മുശ്രിക്കാണ് എന്ന് നേരെ മുഖത്ത് നോക്കി പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? തിരിച്ചങ്ങോട്ടും പറയുന്നു നിങ്ങൾ മുശ്രിക്കുകളാണ്. അല്ലാഹു അല്ലാത്തവരുടെ ഗുണങ്ങൾ, അതായത് അഭൗതികമായ കഴിവുള്ള ആളുകൾ അല്ലാഹു അല്ലാത്തവർ ഉണ്ട് എന്ന് ജിന്ന് വിഭാഗം വിശ്വസിക്കുന്നു. ജിന്നുകൾക്ക് അഭൗതിക കാര്യമുണ്ട്, കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുശ്രിക്കുകളാണെന്ന് വിസ്ഡം ജിന്ന് വിഭാഗം KNM-നെ കുറിച്ച് പറയുന്നില്ലേ? ഇത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഖവാരിജുകളുടെ വിശ്വാസം. അവരല്ലാത്തവരെല്ലാം, അവരിൽ നിന്ന് തന്നെ ഉടലെടുത്ത മറ്റു ഗ്രൂപ്പുകളെല്ലാം മുശ്രിക്കുകളാവുന്നു. ഇനി പറയൂ, നിങ്ങൾ ഇന്ന് കാണുന്ന ഗ്രൂപ്പുകളിൽ എങ്ങനെ 72 പിഴച്ച കക്ഷികളെ കണ്ടെത്താം? അവരുടെ ഒന്നാമത്തെ വിശ്വാസം, ഒന്നാമത്തെ അവരുടെ രീതി നിങ്ങൾ നമ്പർ ഇട്ട് വെച്ചോളൂ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇടവണ്ണക്കാരായ എന്റെ നല്ലവരായ വിശ്വാസികളായ ആളുകളുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ കുറിച്ച്, സമസ്തക്കാരെ കുറിച്ച്, സുന്നികളെ കുറിച്ച് മുശ്രിക്കെന്ന് പറയാറില്ലേ? നിങ്ങളുടെ ഖത്തീബ് നിങ്ങളോട് ജുമഅയിൽ ഓരോ ഖുതുബയിലും ഇവിടെയുള്ള സുന്നികള് മുശ്രിക്കാണെന്ന് പലതവണ ആവർത്തിച്ച് പറയാറില്ലേ? ഞാൻ പറയുന്നു, ഇത് സമസ്തക്കാരെ കുറിച്ച് മാത്രമല്ല ഖവാരിജുകൾ പറഞ്ഞത്. അവര് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു
മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം എന്നറിയോ? അലി റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്തു എന്ന്, സുന്നികൾ ശിർക്ക് ചെയ്തു, സമസ്തക്കാർ ശിർക്ക് ചെയ്തു എന്ന് പറയുന്നവരില്ലേ? എന്നാൽ ഇതേ വിഭാഗം 1400ഓളം വർഷം മുമ്പ്, 1300 വർഷം മുമ്പ് സ്വഹാബാക്കളെയും കാഫിറുകളാക്കി, മുശ്രിക്കുകളാക്കി തള്ളിയിട്ടുണ്ട്. അവർ മുസ്ലിങ്ങളാണോ? മുസ്ലിങ്ങളിൽപ്പെട്ട വിഭാഗം തന്നെയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ താരീഖുൽ ബഗ്ദാദ്, താരീഖു ത്വബരിയിൽ മഹാനായ ഇമാം ത്വബരി രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിക്കുന്ന സമയത്ത്, ആ ഖുതുബ നിർവഹിക്കുമ്പോൾ പള്ളിയുടെ 4 മൂലകളിൽ ഖവാരിജുകൾ സംഗമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പള്ളികളിലൊക്കെ മുജാഹിദ് സഹോദരങ്ങൾ ജുമുഅക്ക് കൂടാറുണ്ടല്ലോ എന്ന പോലെ അന്നത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് ഖവാരിജുകൾ. അവർ ഇസ്ലാമിന്റെ പുറത്തല്ല. ആ വിശ്വാസക്കാര് പള്ളിയുടെ 4 മൂലകളിലും ഒരുമിച്ച് കൂടി. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിക്കുമ്പോൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞ ആയത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ഓതുന്നതാരാണ്? മുസ്ലിങ്ങളിൽപ്പെട്ട ഖവാരിജുകൾ. എന്താണ് അലി റളിയല്ലാഹു അൻഹു ചെയ്ത തെറ്റെന്താണെന്ന് അറിയോ? നമ്മളൊക്കെ ചെയ്ത പോലുള്ള ഒരു തെറ്റ് തന്നെയാണ് അലി റളിയല്ലാഹു അൻഹുവും ചെയ്തിട്ടുള്ളത്. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസം വലിയ സംഘടനകളിലേക്ക് എത്തി. അതൊരു രാഷ്ട്രീയപരമായ പ്രശ്നമാണ്. പക്ഷേ 2 വിഭാഗവും അവരുടെ ഇജ്തിഹാദ് അനുസരിച്ച്, അതിൽ വന്ന ആ ഇജ്തിഹാദ് അനുസരിച്ച് അവർക്ക് കിട്ടിയ അഭിപ്രായ പ്രകാരമാണ് 2 അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത്. അതനുസരിച്ച് അവർക്കിടയിൽ പ്രശ്നമുണ്ടായി. ആ പ്രശ്നം സംഘടനകളിലേക്ക് എത്തി. ഉടനെ തന്നെ സ്വഹാബത്ത് തീരുമാനമെടുത്തു, ഇനി സംഘടനകളുമായി പോകാൻ പാടില്ല. മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏത് സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് നിലനിൽക്കാൻ പാടില്ല. എല്ലാം ഐക്യപ്പെടേണ്ടതാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രശ്നം മനുഷ്യരുള്ള കാലത്തൊക്കെയും നിലനിൽക്കും. പക്ഷേ ആ പ്രശ്നമായി നിലനിൽക്കാൻ പാടില്ല. വേണം. അങ്ങനെ സ്വഹാബത്ത് തീരുമാനമെടുത്തു, നമുക്ക് 2 പേരെ 2 വിഭാഗത്തിൽ നിന്നും ഓരോരുത്തരെ അതിനൊരു തീരുമാനം കണ്ടെത്താൻ വേണ്ടി നിയോഗിക്കാം. അങ്ങനെയാണ് മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് ഹാക്കിമായി വരുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുമാ, അവരാണ് ആ ഭാഗത്തുള്ളത് 2 പേരെയും. അവരൊരു തീരുമാനം പരിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് അവരൊരു തീരുമാനത്തിലേക്ക് എത്തട്ടെ. ബാക്കിയുള്ള എല്ലാ സ്വഹാബാക്കളും അത് ഉൾക്കൊള്ളണം. ഇതായിരുന്നു സ്വഹാബത്തിന്റെ ഇടയിലുള്ള തീരുമാനം. ആ തീരുമാനം വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇടവണ്ണക്കാരെ, സമസ്തക്കാരെ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ കാഫിറും മുശ്രിക്കുമെന്ന് നിങ്ങളുടെ മൗലവിമാര് പറഞ്ഞെങ്കിൽ, സാധാരണക്കാരായ ഇടവണ്ണയിലോ മറ്റോ ഉള്ള ഒരു മുജാഹിദിന്റെ പ്രവർത്തകനെയും നമ്മൾ കുറ്റപ്പെടുത്തൂല. പക്ഷെ ഈ കാര്യങ്ങൾ പഠിച്ച മൗലവിമാര് നിങ്ങളുടെ മുന്നിൽ മറച്ചു വെക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. ഈ ഖവാരിജ് അന്ന് പറഞ്ഞ കാര്യം അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ലഖദ് ഹക്കംത ഫീ ദീനി, ലഖദ് ഹക്കംത റിജാലൻ ഫീ ദീനില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങൾ ചില വ്യക്തികൾക്ക് ഹുക്ം പറയാനുള്ള അധികാരം കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ കാഫിറാകുന്നു. കാഫിർ എന്ന് പറയാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ സിഫത്താണ് ഹാക്കിം എന്നത്, ഹാക്കിമിയത്ത്. അതായത് ഹുക്ം പറയേണ്ടത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുക്കല്ലാതെ ഹുക്മില്ല. ഇതിനെക്കുറിച്ച് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ. നിങ്ങൾ പറയുന്നത് ഹക്കായ വാക്കാണ്, പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം മുസ്ലിമീങ്ങളെ കാഫിറാക്കലാണ്. എത്ര മനോഹരമായ വാക്കാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള വഹാബികളെ കുറിച്ചാണോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയതെന്ന് ചിന്തിച്ചു പോകും. കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ.
സഹായം അള്ളാഹിനോടല്ലാതെ പാടില്ല, അള്ളാഹ്ക്കല്ലാതെ ആരാധന പാടില്ല. കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അള്ളാഹ്ക്കല്ലാതെ ഹുക്മ് പറയാനുള്ള അധികാരമില്ല. കാരണം അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അതുകൊണ്ട് അലിയും മുആവിയയും രണ്ടാളുകളെ ദീനിൽ നിയമം പറയാൻ അവരെ ഏൽപ്പിച്ചില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നു. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അലി റളിയല്ലാഹു അൻഹു പുറത്താണ്, മുആവിയ റളിയല്ലാഹു അൻഹു പുറത്താണ്. അവരെ അനുകൂലിക്കുന്ന രണ്ട് വിഭാഗവും പുറത്താണ്. എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിലെ മഹാഭൂരിഭാഗം വരുന്ന എന്നല്ല സ്വഹാബാക്കളൊക്കെയും ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന വാദമാണ് ഇതിലൂടെ അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വാദം വെച്ചുകൊണ്ടാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഇവർ ഓതുന്നത്, ലഖദ് ഊഹിയ ഇലൈക വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ ഖുർആൻ പറയുന്നു, നബിയെ തങ്ങൾക്ക് വഹീ സന്ദേശം ലഭിച്ചിട്ടില്ലയോ? വഇലല്ലദീന മിൻ ഖബലിക, തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ മുർസലീങ്ങൾക്ക് വഹീ കിട്ടിയിട്ടുണ്ടല്ലോ. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബിയെ തങ്ങളിൽ നിന്ന് ശിർക്കുണ്ടാവുകയാണെങ്കിൽ തങ്ങളുടെ അമലും പൊളിഞ്ഞു പോകൂലേ? നോക്കൂ നിങ്ങൾ, അലി റളിയല്ലാഹു അൻഹുവിനോട് ഇത് പറയണമെങ്കിൽ എത്ര വലിയ ധിക്കാരം വേണം. ആ അലി റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കാണെന്ന് പ്രഖ്യാപിച്ച ഇതുപോലുള്ള വഹാബികൾ സുന്നികളെ മുശ്രിക്കെന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ സ്വഹാബത്തിനെ മുശ്രിക്കെന്ന് പ്രഖ്യാപിച്ച ഒരു വിഭാഗം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇടവണ്ണക്കാരെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇതൊന്നും പുതിയ സംഭവങ്ങളല്ല. ഇന്ന് ആരെങ്കിലും മറ്റുള്ള മുസ്ലിമീങ്ങൾ മുശ്രിക്കെന്ന് പറയുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഖവാരിജിന്റെ അനന്തരക്കാരാണ്. അബ്ദുൽ ഖാഹിർ തങ്ങൾ 72 പിഴച്ച വിശ്വാസികളെ പഴച്ച ആശയക്കാരെ പറയുമ്പോ ആ ആശയക്കാർക്ക് ഇന്നുള്ളവരുമായി ബന്ധമുണ്ടോ? തശ്രീക്ക് തക്ഫീർ, മുസ്ലിമീങ്ങളെ കാഫിറാക്കുക ഒന്നാമത്തെ അടയാളമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, രണ്ടാമത്തെ ഖവാരിജിന്റെ അടയാളം നോക്കൂ നിങ്ങൾ. രണ്ടാമത്തെ അടയാളം മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്. ഇമാം സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന വാക്കെന്താണ്? ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ. അവർ കാഫിരിങ്ങളിൽ അവതരിച്ചിട്ടുള്ള ആയത്തുകൾ ജഅലുഹാ അലൽ മുസ്ലിമീൻ, മുശ്രിക്കീങ്ങളിൽ അവതരിച്ചിട്ടുള്ള ആയത്തുകൾ അവർ മുസ്ലിമീങ്ങളുടെ മേൽ വെച്ച് കെട്ടുന്നു. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമാണ് ആ വാക്ക്. എത്രമാത്രം ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനക്കാരോട് ചേർത്തി വെക്കുമ്പോൾ എത്രമാത്രം വലിയ യോജിപ്പാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവത്തിനുള്ളത്. ഇംതലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ വജഅലുഹാ അലൽ മുസ്ലിമീൻ. അതേ മുസ്ലിമീങ്ങളുടെ മുശ്രിക്കുകളുടെ മേൽ അവതരിച്ച മക്ക മുശ്രിക്കുകളുടെ മേൽ അവതരിച്ച ആയത്തുകൾ ജഅലുഹാ അലൽ മുഅ്മിനീൻ, അതിനെ മുഅ്മിനീങ്ങളുടെ മേൽ വെച്ച് കെട്ടുന്നു. എന്റെ ഇടവണ്ണയിലുള്ള മുജാഹിദ് പ്രവർത്തകരെ ഞാൻ ചോദിക്കുന്നു, എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇത് നിങ്ങളുടെ മുജാഹിദിന്റെ മൗലവിമാരുടെ സ്ഥിരം തൊഴിലല്ലേ? ഇവരല്ലാത്ത ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ടോ? വഹാബികളല്ലാത്ത ഒരു സംഘത്തെ നിങ്ങൾ പരിശോധിക്കുക, ലോകത്ത് എവിടെയാകട്ടെ. ഈ ഖവാരിജുകളുടെ അനന്തരക്കാരായ സലഫികളെന്നോ വഹാബികളെന്നോ അതുപോലുള്ള സമാനമായ പേര് വിളിക്കുന്നവരല്ലാത്തവർ മക്ക മുശ്രിക്കുകളുടെ മേൽ അവതരിച്ച ആയത്തുകൾ മുസ്ലിമീങ്ങളുടെ മേൽ ദുർവ്യാഖ്യാനം ചെയ്ത് വ്യാഖ്യാനിക്കാറുണ്ടോ? ദുർവ്യാഖ്യാനം നടത്താറുണ്ടോ? ഇല്ല, കാണില്ല. അവരുടെ മുൻഗാമികൾ രണ്ടാമത്തെ അടയാളം കണ്ടോ? അത് ഖവാരിജുകളുടെ അടയാളം. ഞാൻ പറയുകയല്ല, ഞങ്ങൾ സമസ്തക്കാര് പറയല്ല. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹ് പരിശോധിച്ചു നോക്കൂ, കാണാൻ നിങ്ങൾക്ക്. അത് മാത്രമല്ല, ഇനിയും പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഇവരുടെ മുൻഗാമി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അനന്തരം ഓഹരി വെക്കുന്ന യുദ്ധത്തിൽ കിട്ടിയ സ്വത്ത് ഓഹരി വെക്കുന്ന ഗനീമത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഒരാൾ വിളിച്ചു പറയുന്നു യാ മുഹമ്മദ് ഇത്തഖില്ലാഹ യാ മുഹമ്മദ്, മുഹമ്മദേ അല്ലാഹനെ ഭയപ്പെടൂ. ആ സമയത്ത് റസൂലുള്ളാഹി പറയുകയാണ് ഞാൻ അല്ലാഹു പറഞ്ഞത് കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ ആരാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ? അങ്ങനെ ആ മനുഷ്യൻ പിന്നോട്ട് പിരിയുന്ന സമയത്ത് സഹാബത്തിൽ നിന്ന് ഒരാൾ മഹാന്മാരായ സ്വഹാബാക്കളിൽ നിന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു എണീറ്റ് എന്ന് പറയുന്നു, നബിയേ എനിക്ക് അദ്ദേഹത്തെ വധിക്കാനുള്ള സമ്മതം അങ്ങ് തരൂ നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അരുത്, ഇന്ന മിൻ ളിഅദിഹി ഹാദാ ഖൗമാ, ഇദ്ദേഹത്തിന്റെ പിന്നിൽ വേറെയും സംഘം വരാനുണ്ട്. യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതുന്നവരാണ്. ലാ യുജാവിസു ഹനാജിറഹും, ആ ഖുർആൻ ഓത്ത് അവരുടെ ചങ്കിന് താഴെ ഇറങ്ങൂല. അവരുടെ വാക്ക് അള്ളാന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നവരാണ്, ഖുർആൻ ക്ലാസ് നടത്തുന്നവരാണ്. മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങളുടെ നിസ്കാരവും അവരുടെ നിസ്കാരവും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരം ചെറുതായി തോന്നും. ഖവാരിജുകളാകുന്ന അവര് വലിയ നിസ്കാരക്കാരാണ്. അല്ലെങ്കിൽ ഈ വിഭാഗത്തിന്റെ പിന്നിൽ വരുന്ന ആളുകൾ ഖവാരിജുകൾ, അവർ വലിയ നിസ്കാരക്കാരായി അവതരിക്കോ, അവര് വലിയ ഖുർആനിന്റെ ആളുകളായി അവതരിക്കും. ഞാൻ പറയല്ല, സ്വഹീഹായ ഹദീസാണ് ഇതെല്ലാം, സ്വഹീഹായ ഹദീസാണ് ഇതെല്ലാം. നിങ്ങളുടെ മൗലവിമാരോട് ചോദിക്കുക, ഇങ്ങനെ ഹദീസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ നേരെ മൗലവിമാരുണ്ടല്ലോ പള്ളിയിൽ, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഇതിന് പിന്നിൽ ഒരു വിഭാഗം വരാനുണ്ടല്ലോ, അവർ ഖുർആൻ ഓതുന്നവരാണ്, മുസ്ലിമീങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നിട്ട് പറയുന്നത്, നിങ്ങൾ നോക്ക്, യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, അവര് മുസ്ലിമീങ്ങളെ കൊല്ലുന്നവരാണ്. അവര് മുസ്ലിമീങ്ങളെ കൊല്ലും, പക്ഷേ മുസ്ലിമീങ്ങളല്ലാത്തവരെ സംരക്ഷിക്കോ. നോക്കൂ, നിങ്ങൾ ഗസയിൽ ഇന്ന് പലസ്തീൻ അനുഭവിക്കുന്ന യാതനകളും വേദനകളും എത്രയാണ്. നിങ്ങൾ കണ്ടോ, ഒരു മുജാഹിദിന്റെ മൗലവിക്കല്ലാതെ പ്രസംഗിക്കാൻ കഴിയോ? ഫലസ്തീനിലുള്ള കുട്ടികളൊക്കെ മരണപ്പെട്ടാലും വേണ്ടിയില്ല, അവരെയൊക്കെ കൊന്നൊടുക്കിയാലും വേണ്ടിയില്ല. മാത്രമല്ല, ജൂതന്മാർ പള്ളിയിൽ ഖുദ്സിൽ കടന്ന് നിരങ്ങിയാലും വേണ്ടിയില്ല. ഹമാസിന് ഭരണം കൊടുക്കരുത്, ഭരണം കിട്ടരുത്. അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ പെടഞ്ഞു മരിച്ചാലും, ഇസ്രയേലിന്റെ കിരാതമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടഞ്ഞു വീണാലും വേണ്ടിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വീഡിയോകൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നില്ലേ? ഖന്തക്ക് കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറ്റത്ത് കല്ല് വെച്ച സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേപോലെ കല്ല് പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഫലസ്തീനിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ണ് നിറയുന്നതാണ്. ചെറുപ്പക്കാരെ, അദ്ദേഹം കല്ല് വയറിൽ പിടിച്ച് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? രാത്രി കിടന്നുറങ്ങാൻ വിശപ്പ് കാരണം ഉറക്കി വരാത്തത് കൊണ്ട് ഞങ്ങൾ തുണിയെടുത്ത് കല്ല് വയറിൽ വെച്ച് കെട്ടുകയാണ് പതിവ്. വിശന്ന് പെടഞ്ഞ് മരിക്കുന്ന ചെറുപ്പക്കാര് ഫലസ്തീനിന്റെ ഗസയുടെ റോഡുകളിലൂടെ കാണാം. ഇത്രയും വലിയ ദുരന്തം അനുഭവിക്കുന്ന പല ഫലസ്തീനിന്റെ ആളുകളുടെ മുന്നിൽ നിന്ന് ഒരു മുജാഹിദ് മൗലവിക്കല്ലാതെ പറയാൻ കഴിയോ? ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഈമാനിന്റെ ഒരു കണിക മനസ്സിന്റെ ഖൽബിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിലനിൽക്കുന്ന വ്യക്തിക്ക് ഫലസ്തീനിലെ കുട്ടികൾ പെടഞ്ഞു മരിച്ചാലും വേണ്ടിയില്ല, അതുപോലെ തന്നെ ഇസ്രായേൽ ഖുദ്സിൽ കടന്ന് നിരങ്ങിയാലും വേണ്ടിയില്ല, ഹമാസിന് ഭരണം കൊടുത്തുകൂടാ എന്ന് പറയുന്ന ധിക്കാരമുള്ള ഇസ്ലാമിന്റെ വിരോധമുള്ള ഏക മനസ്സ് ഇവരിലല്ലാതെ എവിടെ കാണും? ഇത് ഇവിടെ കേരളത്തിലെ മുജാഹിദ് മാത്രമല്ല, ഇത് കേരളത്തിലെ മുജാഹിദിന്റെ മാത്രം പ്രശ്നമല്ല. ലോകത്തൊക്കെ സലഫിസം എന്ന് പറയുന്ന ഇസം എവിടെയുണ്ടോ അവിടെയൊക്കെയുള്ള മനസ്സ് ഇത് തന്നെയാണ്. ഇതേ പ്രഭാഷണവും പ്രസംഗവും അറബിയിൽ ഒരുപാട് അറബികളായ സലഫികൾ നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാരെ, നിങ്ങൾ നോക്കൂ, ആരാണ് ഇന്ന് ഇപ്പോൾ ഇസ്ലാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ തീവ്രവാദ ഭീകരവാദ പ്രശ്നങ്ങളില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഇതിന്റെ പിന്നിൽ ആരാണുള്ളത്? IS ആണെന്നല്ലേ
ആണെന്നല്ലേ നമ്മൾ പറയുന്നത്? അതെ, IS ഉണ്ട്, അതുപോലെ അൽ ഖായിദയുണ്ട്. എന്നാൽ ഈ അൽ ഖായിദയും IS ഉം ഏത് വിഭാഗത്തിന്റെ ആളുകളാണ്? കേവലം സലഫിസം അല്ലേ അവരുടെ ആശയം? സലഫികളല്ലാത്തവർക്ക് അൽ ഖായിദ ആകാൻ കഴിയൂല, IS ആകാൻ കഴിയൂല. എന്തുകൊണ്ട്? സലഫിസത്തെ നിർമ്മിച്ചത് ജൂതന്മാരാണ്, സലഫിസത്തെ നിർമ്മിച്ചത് CIA ആണ്, സലഫിസത്തെ നിർമ്മിച്ചതിന്റെ പങ്ക് വഹിക്കുന്നു, വളർത്തുന്നതിന്റെ പങ്ക് മൊസാദിനുള്ളതാകുന്നു. ഞാൻ വെറുതെ പറയുകയല്ല. നോക്കൂ നിങ്ങൾ, സിറിയയിൽ ഈ IS ന് പണം കൊടുത്തതിന്റെ പേരിൽ ഫൈൻ അടക്കാൻ പറഞ്ഞത് ഈ പറയപ്പെടുന്ന, നമുക്കറിയാം, ഫ്രാൻസിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ലാഫാർജ്. ഈ ലാഫാർജ് കമ്പനിക്ക് ആരാണ് പണം കൊടുത്തത് എന്നറിയോ? ലാഫാർജ് കമ്പനി IS ന് പണം കൊടുക്കുന്നു. എന്നാൽ പണം കൊടുക്കുമ്പോൾ ആ പണം ഫ്രാൻസിന്റെ കമ്പനിയാണ് IS ന് പണം കൊടുക്കുന്നത്. എത്ര? $700 മില്യൺ. 700-ലധികം മില്യൺ ഡോളറാണ് അവർക്ക് ഫൈന് വിധിച്ചിരിക്കുന്നത് കോടതി. എന്താ കാരണം? IS ന് ഫണ്ട് കൊടുത്തു. ഈ പ്രശ്നം വന്ന സമയത്ത് ഫ്രാൻസിന്റെ ഈ കമ്പനിയോട് ചോദ്യം ചെയ്തപ്പോൾ അവര് പറയുന്നു, ഞങ്ങൾക്ക് ഈ ഫ്രാൻസിന്റെ ഇന്റലിജൻസിന്റെ അറിവോടെയാണ് ഞങ്ങൾ IS ന് പണം നൽകിയത് എന്ന് അതിന്റെ CEO തന്നെ പറയുകയാണ്. ഇത് കൃത്യമാണ്, ഇത് ഞാൻ വെറുതെ പറയുകയല്ല. അതായത് വഹാബിസം പ്രചരിപ്പിച്ചത് അത് ജൂതന്മാരും അമേരിക്കയും ബ്രിട്ടനും തന്നെയാണ്. ഇത് കണ്ടോ നിങ്ങൾ? വെറുതെ പറയുകയല്ല, ഇത് സൗദിയിലെ രാജകുമാരന്റെ റിപ്പോർട്ടാണ്. അദ്ദേഹം അമേരിക്കയിൽ ചാനലിൽ നൽകുന്ന അഭിമുഖം. Spread of Wahhabism was done at the request of West during Cold War. സോവിയറ്റ് യൂണിയനുമായി അമേരിക്ക ശീതയുദ്ധകാലം ഉണ്ടായിരുന്നല്ലോ, അമേരിക്കയുമായുള്ള ആ ഒരു കാലഘട്ടം. ആ കാലഘട്ടങ്ങളിൽ യൂറോപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ വഹാബിസം പ്രചരിപ്പിച്ചത്. അന്ന് മുതലാണ്. എന്നാൽ വഹാബിസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? വഹാബിസം ഡിക്ലെയർഡ് ട്രഡീഷണൽ മുസ്ലിംസ് ടു ബി അൺബിലീവേഴ്സ്. എന്താണ് അവരുടെ പ്രശ്നം? ഇത് ഞാൻ പറയുകയല്ല, ഇത് അമേരിക്കയിലെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്ന ഔദ്യോഗിക ജേണൽ റിപ്പോർട്ടാണ് ഇത്. ഇതിൽ പറയുന്നു, വഹാബിസം ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗത മുസ്ലിങ്ങളെല്ലാം കാഫിറുകളാകുന്നു. അത് വെറുതെ പറഞ്ഞതല്ല, അവർക്കതിന് പ്രത്യേകം ഓഫർ ഉണ്ട്. ഇത് ഇറാഖ് ഭരിച്ചിരുന്ന സദ്ദാം ഹുസൈൻ അദ്ദേഹം ഇന്റലിജൻസിനെ കൊണ്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത്. ഇത് ഇന്നും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ അറബിയും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ്. ഇതിൽ പറയുന്നത് എന്താണ്? അബ്ദുൽ വഹാബ് വാസ് അപ്രോച്ച്ഡ് ടു ഫുൾഫിൽ എ ബ്രിട്ടീഷ് പ്ലാൻ. നോക്കൂ നിങ്ങൾ, ഇവരുടെ സ്ഥാപകനായ വഹാബിസത്തിന്റെ സ്ഥാപകനാകുന്ന അബ്ദുൽ വഹാബ്, അദ്ദേഹത്തെ ബ്രിട്ടീഷുകാര് അവരുടെ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയത്. മാത്രമല്ല, അതിന് പകരം എന്താണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്നറിയോ? അതിന് പകരം ബ്രിട്ടൻ വിൽ പ്രൊട്ടക്ട് ചെയ്യും. ബ്രിട്ടൻ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാം. പ്രൊവൈഡ് ഹിം വിത്ത് മണി ആൻഡ് ആംസ്. ഞങ്ങൾ ആയുധം നൽകാം, ഞങ്ങൾ ആയുധം തരാം. എന്തിനാണ് ആയുധം കൊടുക്കുന്നത്? ആരെ കൊല്ലാനാണ്? ഈ പറയുന്ന നജിദിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കാലത്ത് ആരെ കൊല്ലാനാണ്? ത്വായിഫിൽ പോയി മുസ്ലിം സമൂഹത്തെ, ഇന്ന് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന നരഹത്യയേക്കാൾ കടുത്ത നരഹത്യ മുസ്ലിം ലോകത്ത് നടത്തിയത് വഹാബിസത്തിന്റെ ചരിത്രത്തിലുണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല, ഇത് സൈനി ദഖ്ലാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുള്ള ഒന്നിലധികം ചരിത്ര നായകന്മാർ രേഖപ്പെടുത്തിയതാണ്. മാത്രമല്ല, ഇറാഖിൽ ചെന്നപ്പോൾ കാണുന്നവരെ എല്ലാം കൊന്നൊടുക്കി. കാരണം എന്താ? കാരണം അവര് എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് മുസ്ലിം ട്രഡീഷണൽ മുസ്ലിംസ് ടു ബി അൺബിലീവേഴ്സ്. കാരണം അവരൊന്നും മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? ബ്രിട്ടീഷുകാരുടെ പ്ലാനാണ് സലഫിസം എന്ന് പറയുന്നത്. ചെറുപ്പക്കാരെ, നിങ്ങൾ ഇസ്ലാമാണെന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞതല്ല. സൗദിയുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ പറയുന്നു, ഈ വഹാബിസത്തെ ഞങ്ങൾ പ്രചരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? വെസ്റ്റിന്റെ ആവശ്യമാണ്, യൂറോപ്പിന്റെ ആവശ്യമാണ്. ഇത് കുറെ കാലം സുന്നികൾ പ്രസംഗിച്ചിരുന്നല്ലോ. അപ്പൊ അതൊക്കെ സുന്നികൾ കെട്ടിച്ചമച്ചുണ്ടാക്കുക എന്നാ പറഞ്ഞത്. ഈ സോയ്സ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണോ? ഇടവെണ്ണയിലുള്ള നല്ലവരായ വിശ്വാസികളോട് ഞാൻ ചോദിക്കുന്നു, ഇത് സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഔദ്യോഗികമായ രാജകുടുംബത്തിൽ നിന്ന് വന്ന റിപ്പോർട്ടാണ്. സാഹിബുൽ ബൈത്തി അദ്റാ ബിമാ ഫീ. കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയൂ. കൊട്ടാരത്തിൽ നിന്ന് വന്ന റിപ്പോർട്ടാണ്.
അമേരിക്കയുടെ ചാനലിന് നൽകിയ അഭിമുഖമാണ്. ഞങ്ങൾ വഹാബിസം പ്രചരിപ്പിച്ചത് യൂറോപ്പിന് വേണ്ടിയാണ്. ഇനി നോക്കൂ നിങ്ങൾ, അമേരിക്കയുടെ സെക്രട്ടറി ആയിരുന്ന ഹിലാരി ക്ലിന്റനും പറയുന്ന വീഡിയോയുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് അത് വീഡിയോ പ്ലേ ചെയ്യാം. എന്താണ് പറയുന്നത് എന്നറിയോ? ഞങ്ങൾ വഹാബിസത്തിന് ഫണ്ട് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഫണ്ട് നൽകിയിട്ടുണ്ട്. ഈ ഐഎസും അൽഖായിദയും എല്ലാം, ഐഎസിനെയും അൽഖായിദയും ഒക്കെ അതിനെല്ലാം ഉണ്ടാക്കിയത് ഞങ്ങളാണെന്ന്, അത് ഒബാമയാണെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഇനി ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഈ ഐഎസ് ആരായിരുന്നു? സലഫി ആശയക്കാരാണോ? അല്ലേ? ഞാൻ പറയുകയല്ല. ഈ മസ്ജിദുൽ ഹറമിലെ ഇമാമായിരുന്ന കൽബാനി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തോട് ഒരു ചാനൽ, സൗദി അറേബ്യയുടെ ഒരു ചാനലിൽ നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, നമ്മൾ സലഫികൾ എന്ത് ആശയമാണോ വിശ്വസിക്കുന്നത്, തനതായ ആശയം ഉൾക്കൊള്ളുന്നവരാണ് ഐഎസ്. നമ്മളല്ല പറയുന്നത്. സോയ്സുകളൊന്നും സമസ്തയല്ല. സോയ്സുകളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് തന്നെയാണ്. വളരെ കൃത്യമാണ് പറയുന്നു, സലഫിസമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഐഎസിന്റെ ആരംഭ ഘട്ടങ്ങളിൽ ചില ഭാഗങ്ങളൊക്കെ ഇറാഖിലും സിറിയയിലും ഐഎസ് പിടിച്ചടക്കി. ആ സമയത്ത് അവിടെ അവർ മതവിദ്യാഭ്യാസം കൊടുത്തത് ഏത് വിശ്വാസമാണ്? അത് ഇപ്പോഴും നിങ്ങൾക്ക് നെറ്റിൽ തെരഞ്ഞാൽ കാണും. ഐഎസ് പഠിപ്പിച്ച പുസ്തകം എന്നടിച്ചാൽ അത് അറബിയിൽ ടൈപ്പ് ചെയ്താൽ കാണും. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്നറിയപ്പെടുന്ന വഹാബിസത്തിന്റെ സ്ഥാപകനാകുന്ന ആ വ്യക്തി എഴുതിയിട്ടുള്ള കിതാബു തൗഹീദ്. ഈ കിതാബു തൗഹീദാണ് ഈ പറയുന്ന ഐഎസ് എവിടെ പഠിപ്പിച്ചത്? ഐഎസ് ഇറാഖിലും സിറിയയിലും പഠിപ്പിച്ചത്. ഇനി എന്ത് രേഖയാണ് സഹോദരങ്ങളെ വേണ്ടത്? നോക്കൂ നിങ്ങൾ, യൂറോപ്പ് ഫണ്ട് കൊടുക്കുന്നു, അമേരിക്ക ഫണ്ട് കൊടുക്കുന്നു, അങ്ങനെ ഐഎസ് ഉണ്ടാകുന്നു, അൽഖായിദ ഉണ്ടാകുന്നു. അതിനുവേണ്ടി അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തിക്കുന്നു. എന്നിട്ടുണ്ടാകുന്ന ഔട്ട്പുട്ട് എന്താണെന്നറിയോ? ഔട്ട്പുട്ടാണ് മൂന്നാമത്തെ നമ്മൾ പറയുന്ന ഖവാരിജിന്റെ അടയാളം. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, അവർ മുസ്ലിമീങ്ങളെ കൊല്ലുന്നു. വയദഊന അബദത്തൽ ഔസാൻ, അല്ലെങ്കിൽ അഹ്ലൽ ഔസാൻ, അവിശ്വാസികളായ ആളുകൾക്ക് പിന്തുണ കൊടുക്കുന്നു, മുസ്ലിമീങ്ങളെ കൊല്ലുന്നു. സിറിയയിൽ ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ, ഏതായാലും 4 ലക്ഷത്തിലധികം ആളുകൾ മരണപ്പെട്ടു പോയി. 30 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി. നിങ്ങൾക്കറിയോ, ഇന്ന് നമ്മൾ ഗസയിൽ കാണുന്ന ബിൽഡിങ്ങുകൾ തകിട് പൊടിയായി കിടക്കുന്നത്? സമാനമായ ഒരു സിറ്റി ഉണ്ട് സിറിയയിൽ, റഗ്ഗ എന്ന് പറയുന്ന സ്ഥലം ഐഎസിന്റെ വിളയാട്ട ഭൂമിയാണ്. ഐഎസിന്റെ വിളയാട്ടം ഉള്ളയിടത്ത് എങ്ങനെ അമേരിക്കക്ക് ഡസൻ കണക്കിന് താവളങ്ങൾ ഉണ്ടായി? ഈ ഐഎസിനെ ഇസ്രായേലും അമേരിക്കയും ഉപയോഗിച്ചതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫലസ്തീനിലെ, ഫലസ്തീനിന്റെ ബോർഡർ പങ്കിടുന്ന രാജ്യമാണ് സിറിയ. അതുകൊണ്ട് തന്നെ സിറിയയിൽ അരാജകത്വം ഉണ്ടാക്കണോ? അവിടെ സുസ്ഥിരമായ ഗവൺമെന്റ് ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി അമേരിക്കയുടെ ആവശ്യത്തിന് വേണ്ടി വഹാബികൾ കൂട്ടമായി പ്രവർത്തിച്ചുണ്ടാക്കിയ സംഘമല്ലേ ഐഎസ്. കേരളത്തിൽ നിന്നും ഐഎസിലേക്ക് പോയി എന്ന് പലരും പറയുന്നുണ്ട്. അല്ലാഹു അലം, ഞാൻ പറയുന്നില്ല, പക്ഷേ പത്രക്കാരൊക്കെ പറയുന്നു. വേറെ ഒരാൾ പറയുന്നതായി കേട്ടു ചാനലിൽ. വഹാബിസത്തിന് ഐഎസിൽ സംവരണമുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നത്. സംവരണം ഉണ്ടോ? കാരണം പോകുന്ന ആളുകളൊക്കെ വഹാബികളാണ്. പക്ഷെ എനിക്കറിയില്ല, ഞാൻ അറിയാത്ത കാര്യം പറയുന്നില്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയട്ടെ. പക്ഷെ ഇതുവരെ പോയി എന്ന് പറയപ്പെടുന്നവരെല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ടവരായതിന്റെ കാരണം എന്താ? കാരണം ഐഎസ് പ്രൊഡക്റ്റ് അത് യൂറോപ്പിന്റേതാണ്, അത് ബ്രിട്ടന്റേതാണ്, CIA ഉണ്ടാക്കിയതാണ്, മൊസാദ് ഉണ്ടാക്കിയതാണ്. ആരുടെ ആശയത്തെയാണ് അവർ നിർമ്മിക്കുന്നത്? വഹാബി ആശയമാണ് നിർമ്മിക്കുന്നത്. ചെറുപ്പക്കാരെ, ഇത് ദീനല്ല. അമേരിക്കയുടെയും ബ്രിട്ടീഷിന്റെയും പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്ന് ഞാൻ പറഞ്ഞതല്ല. ഇത് സദ്ദാം ഹുസൈൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, എന്താണ് അബ്ദുൽ വഹാബ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്? ജസ്റ്റിഫൈ കില്ലിംഗ് ദം ആൻഡ് റോബിംഗ് ദെയർ മണി. ഓക്കെ, നിങ്ങൾ ജസ്റ്റിഫൈ കില്ലിംഗ് ദം, അവരെ കൊല്ലാനുള്ള ന്യായം നിങ്ങൾ കണ്ടെത്തണം. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബുമായി ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന ധാരണ, ജസ്റ്റിഫൈ കില്ലിംഗ് ദം, മുസ്ലിമീങ്ങളെ
കൊല്ലാനുള്ള ന്യായം ഉണ്ടാക്കണം. റോ ആൻഡ് റോബിംഗ് ദെയർ മണി, അവരുടെ മണി കൊള്ളയടിക്കണം, പണം കൊള്ളയടിക്കണം, അതിനൊരു വഴി ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ IS മുസ്ലിങ്ങളെ കൊന്നത്. 4 ലക്ഷത്തോളം ആളുകൾ അവിടെ പെടഞ്ഞു മരിക്കുമ്പോൾ വഹാബിസത്തിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഈ ഭരണത്തെ താഴെ ഇറക്കണമെന്നാണ് വഹാബിസത്തിന്റെ ചിന്ത. മരിച്ചു എന്നുള്ള പ്രശ്നമില്ല. അത് തന്നെയാണ് ഈ പറയുന്ന ചുവേലി മൗലവിയും പറഞ്ഞത്. അവിടെ പെടഞ്ഞു മരിച്ചാലും കുഴപ്പമില്ല, ഗസയിൽ എത്ര വേദനകളും യാതനകളും അനുഭവിച്ചാലും കുഴപ്പമില്ല. തണുപ്പ് കാരണം, അസഹ്യമായ തണുപ്പ് കാരണം പെടഞ്ഞു മരിക്കുന്ന ഗസയിലുള്ള പാവപ്പെട്ട കുട്ടികൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ആ നാടിന് സമാധാനം നൽകട്ടെ, പെട്ടെന്നുള്ള സമാധാനം നൽകട്ടെ. ഇന്നലെ കണ്ണ് നിറഞ്ഞു പോയൊരു സംഭവം, ഒരു സഹോദരി ചെറിയ കുഞ്ഞിനെ പിടിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും ഒപ്പിക്കാലോ, കാരണം ഞങ്ങൾ എന്തെങ്കിലും കാലികൾക്ക് കൊടുക്കുന്ന, ആടുകൾക്ക് കൊടുക്കുന്ന തീറ്റ, അത് ഞങ്ങൾ അതുകൊണ്ടെങ്കിലും റൊട്ടി ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചോളാം. ഈ കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ? റൊട്ടി കൊടുക്കാൻ പറ്റുമോ? ചെറിയ കുഞ്ഞിന് പാല് കൊടുക്കണമെങ്കിൽ ഇസ്രയേലിന്റെ 100 മണി വേണം. പക്ഷേ എന്റെ ഭർത്താവിന് ഈ മാസം തന്നെ 100 മണി ഇസ്രയേലിന്റെ ഷേക്കിൽ ലഭിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ കൊടുക്കും? ഈ കുട്ടിക്ക് എന്ത് കൊടുക്കുന്നു പറഞ്ഞ് ഈ കൈക്കുഞ്ഞിനെയും കാണിച്ചുകൊണ്ട് ഒരു ഉമ്മ അൽ ജസീറ ടിവിയിൽ, അൽ ജസീറ ചാനലിൽ വന്ന് കാണുമ്പോ കണ്ണ് നിറയാത്ത മുസ്ലിങ്ങളുണ്ടോ? അവിടെയും കണ്ണ് നിറയാത്ത വിഭാഗം ആരാണ്? ജോ ബൈഡൻ ഉണ്ട്. കാരണം അവനിന്നും നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും വളരെ ഒറ്റവാക്യത്തോടെ പറഞ്ഞു ഗസയിൽ വെടി നിർത്തണം. കാരണം അവിടെ നടക്കുന്നത് ഒരു വംശഹത്യയാണ്, ഇത് വാർ ക്രൈമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം. എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ജോ ബൈഡൻ നേതൃത്വം നൽകുന്ന അമേരിക്കയുടെ പ്രതിനിധിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ചോര നിറഞ്ഞ കൈകളുമായി വീറ്റോയുടെ പ്രഖ്യാപനം നടത്തിയതെങ്കിൽ ആട്ടിൻ തോലടിഞ്ഞ ചന്നായകളുടെ യഥാർത്ഥ രൂപമാണ് ഗസയുടെ യുദ്ധത്തിലൂടെ പ്രകടമായി കൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്കയുടെ മുഖമൂടി അടിഞ്ഞു വീഴുമ്പോൾ അറിയാതെ വഹാബിസത്തിന്റെയും മുഖമൂടി അഴിഞ്ഞു വീഴുന്നു. ജോ ബൈഡന്റെ മുഖമൂടി അഴിഞ്ഞു വീഴുമ്പോൾ ചുവേലി മൗലവിന്റെ മുഖമൂടിയും അഴിഞ്ഞു വീഴുന്നു. അതുപോലെ ലോകത്തുള്ള സലഫിസത്തിന്റെയും വഹാബിസത്തിന്റെയും യഥാർത്ഥ മുഖം ഈ ലോകത്ത് പ്രകടമാവുകയാണ്. ഇത് ഞാൻ മാത്രമല്ല, ലോകത്ത് ഇന്നത്തെ വലിയ ചർച്ച തന്നെ അതാണ്. കാരണം ഇത് പെറ്റുമ്മ എന്നറിയപ്പെടുന്ന ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മൊസാദിന്റെയും സൃഷ്ടിയായ വഹാബിസത്തിന് അതിനപ്പുറം പോകാൻ കഴിയൂല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രേഖകൾ പരിശോധിക്കാൻ ഞാൻ വെറുതെ പറയുകയല്ല. അപ്പോൾ ഞാൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, അത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ബ്രിട്ടീഷ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതാണ് ഹദീസിൽ പറയുന്നത്, ഈ വ്യക്തിയുടെ പിന്നിൽ ചിലർ വരും, യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, മുസ്ലിമീങ്ങളെ കൊല്ലാൻ. നോക്കൂ നിങ്ങൾ, ഈ പറഞ്ഞ IS, ഈ പറഞ്ഞ അൽ ഖായിദ ലിബിയയിൽ ഉണ്ട്, സിറിയയിൽ ഉണ്ട്, ഇറാഖിൽ ഉണ്ട്, യമനിൽ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഫലസ്തീനിൽ ഇപ്പൊ കാണുന്നില്ല? ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ എവിടെ ISന്റെ പ്രസ്താവന കാണുന്നില്ല. ഇറാൻ ഇസ്രായേലിന്റെ ചില മസ്ലഹത്തുകൾക്ക്, അവരുടെ ചില കാര്യങ്ങൾക്ക് നേരെ, അവരുടെ ലക്ഷ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഇറാനെ ആക്രമിക്കാൻ IS ഉണ്ട്. അതായത് ഇസ്രായേലിന് പൂർണ്ണ സപ്പോർട്ടാണ് IS. അപ്പോൾ സിറിയയിൽ ബഷാറുൽ അസദിന് എതിരെ തിരിഞ്ഞിരുന്ന ഈ സംഘം ആർക്ക് വേണ്ടിയാണ് വാളെടുത്തത്? ബഷാറിന്റെ നയം ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ തെറ്റാണെന്നുമല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ അവിടെ IS വാളെടുത്തത് ആർക്ക് വേണ്ടിയാണ്? അവർക്ക് തോക്ക് നൽകിയത് ആരായിരുന്നു? അവർക്ക് ടാങ്കുകൾ നൽകിയത് ആരായിരുന്നു? അമേരിക്കയും സഖ്യകക്ഷികളും തന്നെ. ലിബിയയിൽ അതാ ഇപ്പോഴും പോരാട്ടം നടക്കുമ്പോ ISന്റെ ശക്തമായ ഏറ്റുമുട്ടലും വെടിവെപ്പുകളും നടക്കുന്നു. എന്തേ ഗസയിൽ അവരില്ല? മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗം എന്തുകൊണ്ട് ലിബിയയിലില്ല? എന്തുകൊണ്ട് ഗസയിലില്ല? ലിബിയയിൽ മുസ്ലിങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്, സിറിയയിൽ മുസ്ലിങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്, ഇറാഖിൽ മുസ്ലിങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന യമനിൽ മുസ്ലിങ്ങളെയാ കൊന്നൊടുക്കുന്നത്. അവിടെ സാന്നിധ്യമുണ്ട്, പക്ഷേ ഗസയുടെ സഹായിക്കാനില്ല. അതാണ് പറഞ്ഞത് യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം.
ഇവരെ കുറിച്ച് ഇന്ന് ആധുനിക പണ്ഡിതന്മാരെല്ലാം പറയുന്നത് എന്താണ്? ഇവരെ കുറിച്ച് പറഞ്ഞത് അവര് ഖവാരിജുകളാണ്, ഇന്നത്തെ ഖവാരിജുകളാണ്, IS എന്നാണ്. ഇനി നിങ്ങള് ഇവിടെ ഉള്ള ആൾക്കാർ അതേ ആശയം വെച്ച് പുലർത്തുന്ന ആളുകൾ എന്താണെന്ന് ഞാൻ പറയണില്ല, ഖവാരിജാണെന്നാണ് അവരുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാണ്. മൂന്നാമത്തെ ഗുണം യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, മുസ്ലിമീങ്ങളെ അവർ കൊല്ലുന്നു, പക്ഷേ വയദഊന അഹ്ലൽ ഇസ്ലാം അഹ്ലൽ ഔസാൻ, അവിശ്വാസികൾക്ക് പൂർണ്ണ സപ്പോർട്ട്. ഇസ്രായേൽ നിരങ്ങാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു, ഖുദ്സിൽ പോയി കളിച്ചോളൂ എന്ന് പറയുന്നു, പക്ഷേ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ല. കാരണം എന്താ? അവർ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്, ഇനി ലോകവും ഇല്ല. അതാണ് ആരാധന അല്ലാഹുവിന് മാത്രം. നോക്കി നിങ്ങൾ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് എന്തൊരു സൗന്ദര്യമുള്ള വാക്കാണ്. കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ, പറഞ്ഞ വാക്ക് എന്തൊരു മധുരമുള്ള വാക്കാ. ഹുക്മ അല്ലാഹുവിനല്ലാതെ ഇല്ല. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു വ്യക്തികളെ നിയമം പറയാൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു കാഫിറാണ്, സ്വഹാബാക്കൾ കാഫിറാ. കാരണം എന്താ? അല്ലാഹുവിന്റെ ഗുണം സൃഷ്ടികൾക്ക് വെച്ചു കൊടുത്തു. അതേ വാക്ക് തന്നെയാ പറയുന്നത്. അള്ളാഹുവിനെ അല്ലാതെ ആരാധനയില്ല, അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. കലിമത്തു ഹഖിൻ, ഞങ്ങൾക്കതിൽ തർക്കമില്ല. കലിമത്തു ഹഖിൻ യഥാർത്ഥ വർത്തമാനമാണ്, ശരിയാണ്, പോയിന്റ് ശരിയാണ്. പക്ഷേ ഇതുകൊണ്ട് ദുർവ്യാഖ്യാനം നടത്തുന്ന ഇടത്താണ് പ്രശ്നമുള്ളത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പറയാൻ വേണ്ടി ഖവാരിജ് ഉപയോഗിച്ച സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കലിമത്തു ഹഖ് യഥാർത്ഥ വർത്തമാനമാണ്, പക്ഷേ ഉരീദ ബിഹിൽ ബാത്തിൽ, അവരുദ്ദേശിക്കുന്നത് ബാത്തിലാണ്. ഇത് തന്നെയാണ് ഇന്ന് സമസ്തക്കാരെ കുറിച്ച്, സുന്നികളെ കുറിച്ച് എന്താ പറയുന്നത്? ആരാധന അല്ലാഹ്ക്ക് മാത്രം. കലിമത്തു ഹഖിൻ, ശരിയാണ് കാര്യം, സ്റ്റേറ്റ്മെന്റ് 100% ശരിയാണ്. ഞങ്ങളും പറയുന്നു അല്ലാഹ്ക്ക് മാത്രമേ ആരാധനയുള്ളൂ, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ, ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താ? ഇവിടെയുള്ള മുസ്ലിങ്ങൾ കാഫിറാന്ന് പറയൽ. യഥാർത്ഥമായ കലിമത്താണ് ഉദ്ദേശിച്ചത്, സ്വഹാബത്ത് കാഫിറാണെന്ന് പറയലാണ്. ഈ പറയുന്ന ഖവാരിജിന് സ്വഹാബത്തിനെ കാഫിറാക്കിയ ഖവാരിജും നമ്മുടെ കേരളത്തിലെ വഹാബികളും തമ്മിലുള്ള എന്തൊരു ബന്ധമാണെന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇത് സ്വാഭാവികമായി ഉണ്ടായൊരു ബന്ധമാണോ? നോക്കൂ നിങ്ങൾ, മൂന്നാമത്തെ കാര്യം, മുസ്ലിമീങ്ങളെ കൊല്ലുന്നു, അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നു. അതുപോലെ തന്നെ ഒരുപാട് സ്വഹാബാക്കളെ കൊന്നു ഖവാരിജുകൾ. അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഹറൂറിയയിലുള്ള ഖവാരിജുകളുമായി യുദ്ധം ചെയ്തത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാമല്ലോ. ആ വിഭാഗങ്ങൾ ആരെയാ കൊന്നത്? അവര് മുസ്ലിമീങ്ങളെ കൊന്നത്, ജൂതന്മാരെയല്ല. ജൂതന്മാരുമായി യുദ്ധം ചെയ്തില്ല, അവര് മുസ്ലിമീങ്ങളോടാ യുദ്ധം ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്, അവരെ ഫലസ്തീനിന് സപ്പോർട്ട് ചെയ്ത് ആ ഗ്രൂപ്പിനെ കാണൂല. ആ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് ലിബിയയിലും സിറിയയിലും ഇറാഖിലുമാണ്. കാരണം മുസ്ലിങ്ങളെ കൊല്ലുന്ന വിഭാഗമല്ലേ. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും, സയഖ്റുജു ഖൗമുൻ ഫീ ആഖിരി സമാൻ, അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും. അഹ്ദാസുൽ അസ്നാൻ സുഫാഉൽ അഹ്ലാം യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ ലാ യുജാവിസു ഈമാനുഹും ഹനാജിറഹും. നോക്കൂ നിങ്ങൾ, സയഖ്റുജു ഖൗമുൻ ഫീ ആഖിരി സമാൻ, അന്ത്യനാളിൽ ഒരു വിഭാഗം ആളുകൾ വരും. യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ, ഇവിടെയുള്ള മനുഷ്യർ പറയുന്ന നല്ല മനുഷ്യ ഖൈറിൽ ബരിയ ഖൗലിൽ നല്ല ആളുകൾ പറയുന്ന സംസാരമാണ്. അവർ പറയുന്നത് അല്ലാഹ്ക്കല്ലാതെ പ്രാർത്ഥന ഇല്ല, നല്ല ആളുകളുടെ സംസാരമാണ്. അതുപോലെ തന്നെ അല്ലാഹ്നോടല്ലാതെ ദ്വാരക്കാൻ പാടില്ല, നല്ല വർത്തമാനമാണ്. ശിർക്ക് പാടില്ല, നല്ല സംസാരമാണ്. ഇതെല്ലാം ക്ലിയർ ആണ്. ലാ യുജാവിസു ഈമാനുഹും ഹനാജിറഹും. പക്ഷേ അവർ പറയുന്നതൊന്നും അവരെ ചങ്കിന് താഴേക്ക് ഇറങ്ങൂല. ഞാൻ പറഞ്ഞതല്ല ഇത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇവരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതാണോ? ഇവിടെയുള്ള സമസ്തയുടെ ഏതെങ്കിലും ആളുകൾ പറഞ്ഞതാണോ? അല്ല. നോക്കൂ നിങ്ങൾ, ഈ കാണുന്നത് മഹാനായ മാലിക്കി മദ്ഹബുകാരനായ മഹാനായ സ്വാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ തഫ്സീർ നിങ്ങൾ നോക്കൂ. സ്വാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസനാ.
അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന. അല്ലാഹു സുബ്ഹാനഹു വതആല ചിലർക്ക് തൗഹീദാണ് ഇത് എന്ന് തോന്നിപ്പിക്കുന്നു, അവരാണ് യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളെന്ന് അവർക്ക് തോന്നുന്നു. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി, അവന്റെ പ്രവർത്തനങ്ങൾ ചീത്തയായ പ്രവർത്തനങ്ങൾ അവന് പിശാച് നല്ലതായി തോന്നിപ്പിക്കുന്നു. ഫറആഹു ഹസന, എന്നിട്ടോ അത് നല്ലതാണെന്ന് അവർക്ക് തോന്നുകയാണ്, അവൻ നല്ലതായി കാണുന്നു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദിഹിൽ ആയത്തു നസലത്ത് ഫിൽ ഖവാരിജ്, ഈ ആയത്ത് അവതരിച്ചത് ഖവാരിജുകളിലാണ്. അല്ലദീന യുഹർരിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്ന, ഖുർആനിന്റെയും അതുപോലെ ഹദീസിന്റെയും യഥാർത്ഥ വ്യാഖ്യാനം ഒഴിവാക്കി ദുർവ്യാഖ്യാനം നടത്തുന്നവരാണ്. വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ രക്തം കളയുക, മുസ്ലിമീങ്ങളെ കൊല്ലുക എന്നതാണ് ഇതിലൂടെ അവരുടെ ഉദ്ദേശ്യം. നോക്കൂ നിങ്ങൾ എത്ര കൃത്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അവരോട് ഇബ്നു അബ്ദുൽ വഹാബിനോട് പറഞ്ഞ ബ്രിട്ടീഷ് ആവശ്യപ്പെട്ട കാര്യം എന്താണ്? ജസ്റ്റിഫൈ കില്ലിംഗ് ദം, അവരെ കൊല്ലാൻ ജസ്റ്റിഫൈ ചെയ്യുന്ന അതിന് ന്യായം കണ്ടെത്തണം. നോക്കൂ നിങ്ങൾ, സ്വാബി റളിയല്ലാഹു അൻഹു പറയുന്നു, യസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ കൊല്ലാനുള്ള വഴി കണ്ടെത്തണം. രണ്ടാമത് ഈ പറയുന്ന ഇബ്നു അബ്ദുൽ വഹാബിനോട് പറഞ്ഞ കാര്യം റോബിംഗ് ദെയർ മണി, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കണം. നോക്കൂ നിങ്ങൾ, സ്വാബി പറയുന്നു, വംബാലഹും, അവരുടെ സ്വത്തും മുസ്ലിങ്ങളുടെ ജീവനും സ്വത്തും കളയാൻ വേണ്ടി അതിനെ അനുവദനീയമാക്കാൻ വേണ്ടിയാണ് അവർ ഈ ആയത്ത് ഇങ്ങനെ ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, ലിമാ ഹുവ മുശാഹദുൻ അൽആൻ, ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ, നോക്കൂ നിങ്ങൾ എത്ര കൃത്യമാണ്. മഹാനവറുകൾ പറയുകയാണ്, ലിമാ ഹുവ മുശാഹദുൻ അൽആൻ, ഇത് നോക്കൂ നിങ്ങൾ, സമസ്തക്കാരല്ല, ഇത് സൗദി അറേബ്യയിൽ തന്നെ, അതായത് മക്കയിൽ ജീവിച്ച പണ്ഡിതൻ, മക്കയിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ അവർ തന്നെ എഴുതി വെക്കുന്നതാണ്. ഈ സ്വാവിയുടെ ഗ്രന്ഥത്തിൽ തഫ്സീറുൽ ജലാലീനിയുടെ വിശദീകരണമാ. ഈ ഗ്രന്ഥത്തിൽ കാണാം ലിമാ ഹുവ മുശാഹദുൻ അൽആൻ. ഞാൻ ആ പേജിന്റെ കോപ്പി എടുത്തതാണ്. ഇത് 4 വാള്യമുള്ള ഗ്രന്ഥമാണ്. ലിമാ ഹുവ മുശാഹദുൻ അൽആൻ ഫീ നദാഹിരിഹിം, അന്ന് കാലത്തെ ഖവാരിജുകൾ, അലി റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പറഞ്ഞ ഖവാരിജുകളില്ലേ, ആ ഖവാരിജുകളുടെ തുല്യമായ ആളുകൾ ഇന്നും അവരെ നമുക്ക് കാണാം. അവര് വഹും ഫിർഖത്തും ബി അർളിൽ ഹിജാസ്, അന്ന് കാലഘട്ടത്തിൽ ഹിജാസിലുള്ള മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ സംഘമാണ്. വഹാബികളാണെന്ന് ഞാൻ പറയുകയല്ല. എത്ര കൃത്യമായിട്ടാണ് മഹാനായ ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയുന്നത്. വഹും ഫിർഖത്തും ബി അർളിൽ ഹിജാസ് യുഖാലു ലഹുമുൽ വഹാബിയ്യ, അവർക്കാണ് വഹാബികൾ എന്ന് പറയുന്നത്. അവര് വിശ്വസിക്കുന്നു അവര് വലിയ നവോത്ഥാനത്തിന്റെ ആളുകളാണ്, അവര് വലിയ ധാർമ്മിക വിപ്ലവം നടത്തിയവരാണ്, അവര് വലിയ നവോത്ഥാന വിപ്ലവം നടത്തിയവരാണെന്ന് അവര് വിചാരിക്കും. അവര് കള്ളമാണ് മുഅ്മിനീങ്ങളെ പറയുന്നത്. ഇത് ഞങ്ങൾ പറയല്ല, ഇത് വഹാബിസം ആ കാലഘട്ടത്തിൽ അവർ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ മക്കയിലെ മുഫ്തിമാരായിരുന്ന മക്കയിലെ പണ്ഡിതന്മാർ അവരെഴുതി വെച്ചതാണ്. ഇനി നോക്കൂ നിങ്ങൾ, 4ാമത്തെ ഒരു തെളിവ് കൂടെ പറയാം. 4ാമത്തെ കാര്യം എന്താണെന്നറിയോ? 4ാമത്തേത് അവരുടെ ഖവാരിജുകളുടെ അടയാളം സീമാഹും അത്തഹ്ലീഖ്, അവരുടെ അടയാളം എന്തായിരുന്നു? തഹ്ലീഖായിരുന്നു. അവർ മുടിമുണ്ടനം കളയുക എന്നതായിരുന്നു അവരുടെ സ്വഭാവം, അവരുടെ അടയാളം. മുടി കളയാന്ന് പറഞ്ഞത് ഇപ്പൊ അവരെ അടയാളമായി പറയണോ? അതെല്ലാരും ചെയ്യലില്ലേ? ഹജ്ജിന്റെ സമയത്ത് മുടി കളയലില്ലേ? ഉണ്ട്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇടവണ്ണക്കാരായ ആളുകളെ, ആരെങ്കിലും ഒരു സംഘം, ഒരു വിഭാഗം ആളുകള് അവരെ അടയാളമായിട്ട് തല മൊട്ടയടിക്കലിനെ തെരഞ്ഞെടുത്ത ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോ അല്ല പ്രശ്നങ്ങൾ പേനുണ്ടാകുമ്പോ എങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ മൊട്ടടിക്കലുണ്ട്. അതല്ലെങ്കിൽ പല സമയത്തും മൊട്ടടിക്കണ തെറ്റൊന്നും അല്ല കേട്ടോ, ഒരു പ്രശ്നമില്ല, മൊട്ടടിച്ചോളൂ, കുഴപ്പമില്ല. ഹജ്ജിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി കളഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഒരു സംഘത്തിന്റെ അടയാളം ഇതായി
പ്രഖ്യാപിച്ചവരാരാണ്? അത് ഖവാരിജികളാണ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ഖവാരിജികളുടെ അടയാളം സീമാഹും അത്തഹ്ലീഖ്, അവരുടെ അടയാളം തലമുണ്ടനം ചെയ്യലാണ്. വത്തഹ്ലീഖുല്ലദീ സ്വറ ശിആറഹും ഫലാ യഖ്ബലൂന മിൻ അഹദിൻ അദ്ഖൂല ഫീമാഹും ഫീഹി ഹത്താ യുഹല്ലിഖ റഅസഹു. അവരുടെ വിഭാഗത്തിലേക്ക്, ഇത് വെറുതെ പറയുകയല്ല, ഷെയ്ഖ് മുഹ്സിൻ ഇബ്നു അബ്ദുൽ കരീം എന്ന് പറയുന്ന അക്കാലത്തെ വലിയ പണ്ഡിതന്മാരായ ആളുകൾ പറയുകയാണ്, എന്ത് വത്തഹ്ലീഖു, തലമുണ്ടനം ചെയ്യുക, അല്ലദീ സ്വറ ശിആറഹും, അതായിരുന്നു അവരുടെ അടയാളം. ഫലാ യഖ്ബലൂന മിൻ അഹദിൻ, ഒരാളെയും അവർ സ്വീകരിക്കാറില്ല. അതായത് വഹാബി പ്രസ്ഥാനത്തിലേക്ക് കടക്കലില്ല, കടന്നാൽ അവർ സ്വീകരിക്കൂല. ഫീമാകും ഫീ, അതാ അവരുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഹത്താ യുഹല്ലിഖ റഅസഹു, ഓന്റെ തല മുണ്ടനം ചെയ്തെങ്കിൽ സ്വീകരിക്കുള്ളൂ. ഇന്നഹു ബലഗനി, അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ്, എന്ന് പറയുന്ന ഗ്രന്ഥം, ഇന്നഹു ബലഗനി അന്നഹു ഹല്ലഖ നാസും മിൻ അഹ്ലി തുഹാമ, തുഹാമയിലുള്ള ആളുകൾ മൊട്ടയടിച്ചു, റൂസഹും അലാ ദൗഇ സിറാജ്, വിളക്ക് കത്തിച്ചുകൊണ്ട് അവർ തലമുണ്ടനം ചെയ്തു. അലാ ദൗഇ സിറാജ് നഹവ 600 റജുലിൻ ഫീ ലൈലത്തിൻ വാഹിദ ഫകൈഫ ബിന്നഹാർ. നോക്കൂ നിങ്ങൾ, ഒരു രാത്രി വിളക്ക് കത്തിച്ചിട്ട് 700 ആളുകൾ, 600 ആളുകൾ തല മൊട്ടയടിക്കുകയാണ്. അപ്പൊ പിന്നെ പകല് എത്ര അടിച്ചിട്ടുണ്ടാകുന്നാണ് മഹാനവറുകൾ ചോദിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, സൈനി ദഖ്ലാൻ, മഹാനവറുകൾ പറയാണ്, സൈനി ദഖ്ലാൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, ഇത് വെറുതെ പറയല്ല, സമസ്തക്കാര് പറയല്ല, സുന്നികൾ പറയല്ല, ഇതൊക്കെ മക്കയിലുണ്ടായിരുന്ന പണ്ഡിതന്മാര് പറയാണ്. നോക്കൂ നിങ്ങൾ, എന്താ പറയുന്നത് എന്നറിയോ? അവരോട് പിൻപറ്റിയ ആളുകളോട് തലമുണ്ടനം ചെയ്യാൻ കൽപ്പിച്ചു. അവരോട് പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ, അബ്ദുൽ വഹാബിന്റെ ആശയത്തിലേക്ക് ഒരാൾ വഹാബിസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ മജ്ലിസ് വിടാൻ അവർ അനുവദിക്കൂല. തലമുണ്ടനം ചെയ്യാതെ വിടൂല. ഒരു പിഴച്ച കക്ഷികളിൽ നിന്ന് ഇക്കാലം വരെ ഇങ്ങനെ ഒരു സംഘം ഉണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ, അല്ലത്തി മദത്ത് ഖബലഹും ഫൽ ഹദീസു സ്വരീഹുൻ ഫീഹിം, ഇതുപോലെ ഒരു സംഘം മൊട്ടയടിച്ചത്, അതായത് ഒരു പ്രസ്ഥാനം മൊട്ടയടി അടയാളമാക്കിയ ഒരു വിഭാഗം കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മഹാനായ സ്വാമി ഇമാം പറയുകയാണ്, ഫൽ ഹദീസു സ്വരീഹുൻ ലഹും, അതുകൊണ്ട് ഖവാരിജുകളുടെ അടയാളമായി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, എന്ത്? സീമാഹും അത്തഹ്ലീഖ്, അവരുടെ അടയാളം തലമുണ്ടനം ചെയ്യലാണ്. എന്നാൽ മഹാനായ സൈനി ദഖ്ലാൻ പറയുന്നു, ഫൽ ഹദീസു സ്വരീഹുൻ ഫീഹിം, ഹദീസ് എത്ര കൃത്യമാണ് അവരിൽ. മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട യഖൂലു, അവരുടെ പ്രധാനപ്പെട്ട അബ്ദുൽ അസീസ് ഇബ്നു ഹമദ് സിബ്തു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഈ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് മൊട്ടയടിക്കുക എന്ന് പറഞ്ഞൊരു തെറ്റൊന്നുമല്ലല്ലോ. അങ്ങനെ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആളുകൾ അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല, തെറ്റാണെന്ന് നമുക്ക് വിശ്വാസമല്ല. പക്ഷെ ഒരു അടയാളമായി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഖവാരിജിന്റെ അടയാളം തലമുണ്ടനം ചെയ്യലാണ്. അത് ഒരു സംഘം വഹാബിസം അവരുടെ പ്രസ്ഥാനത്തിലേക്ക് ചേരണമെങ്കിൽ തന്നെ ഇത് അടിച്ചെങ്കിലേ അവരെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ വിഭാഗം വേറെ ആരെയും നമുക്ക് കാണാൻ കഴിയില്ല, ഇവരെ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളൊരു മുഖാമുഖം നടത്തിയിരുന്നു. ആ മുഖാമുഖത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഒരു മൗലവി പ്രസംഗിച്ചു. എടവണ്ണയിൽ മുഖാമുഖം നടത്തിയപ്പോ മറുപടി കൊണ്ടോട്. അപ്പൊ നമ്മൾ കരുതി ഇവിടെ തന്നെ പറയാം. അപ്പോ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. 1-2 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ വരും. ഖബർ കെട്ടിപ്പോക്കുക എന്ന പ്രശ്നം. എന്നിട്ട് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് ഷാഫി മദ്ഹബിലെ ഗ്രന്ഥം പറയാം. ഞങ്ങളല്ല പറഞ്ഞത്, ഷാഫി മദ്ഹബിൽ തന്നെ ഖബറുകൾ കെട്ടിപ്പൊക്കിയ ഖബറുകളൊക്കെ തച്ചുടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഖബർ കെട്ടിപ്പൊക്കിയതിന്റെ പേരിൽ തച്ചുടക്കാൻ ഒരു ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥത്തിനുമില്ല. ഇടവണ്ണയിൽ എന്റെ ഈ
ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥം ഖബർ കെട്ടിപ്പൊക്കിയതിന്റെ പേരിൽ പൊളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കയ്യേറ്റം നടത്തിയതിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. പൊതു ശ്മശാനത്തിലാണ് കെട്ടിപ്പൊക്കിയത് എങ്കിൽ അവിടെ മറ്റുള്ള ആളുകൾക്ക് ഖബർ മിനിമം മറവ് ചെയ്യാൻ തടസ്സമുണ്ടാകും. ഇനി ഒരു അങ്ങനെ എന്ന് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഖബറുകൾ അവിടെ വീണ്ടും മറവ് ചെയ്യാൻ കഴിയൂല. അതിനെക്കുറിച്ച് ഇസ്ലാം പറയും ഹസ്ബ് എന്നാണ്, പിടിച്ചു പറയും. അത് പാടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, ഖബർ ഉണ്ടാക്കാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ഷാഫി മദ്ഹബിൽ നിന്ന് ഞാൻ കിതാബ് നിങ്ങൾക്ക് വായിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ഇടവണ്ണക്കാർ നടപ്പാക്കേണ്ട കുറച്ച് കാര്യം ഞാൻ ഇതാ ഷാഫി മദ്ഹബിൽ നിന്ന് വായിച്ചു തരാം. നോക്കൂ, നിങ്ങൾ ഷാഫി മദ്ഹബിലെ മുഗ്നിയാണ് എന്റെ കയ്യിൽ. ഷാഫി മദ്ഹബാണോ നിങ്ങളുടെ ത്വരീഖത്ത്? ഷാഫി മദ്ഹബാണോ നിങ്ങൾ ഉൾക്കൊള്ളുന്നത്? എന്നാൽ ഇതാ കേട്ടോ, ഞാൻ മുഗ്നിയിൽ നിന്ന് വായിക്കാം. ഉദിമൽ ബിനാഹ്, ഏത് എടുപ്പും പൊളിക്കണം. ഇടവണ്ണയിലെ ഖബർസ്ഥാൻ ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഖബർ മറവ് ചെയ്യാൻ തടസ്സപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. വലാ ഫർഖ ബൈന യബ്നിയ ഖുബ്ബതൻ ഔ ബൈതൻ ഔ മസ്ജിദൻ ഔ ഗൈറ ദാലിക. മസ്ജിദ് ബസാറും ഉണ്ടാക്കാൻ പാടില്ല, കെട്ടിടവും ഉണ്ടാക്കാൻ പാടില്ല, വാടക ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടില്ല. പൊളിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഷാഫി മദ്ഹബ് പറഞ്ഞത് അതാണ്. ഷാഫി മദ്ഹബ് പറഞ്ഞ ഖബർ മാത്രമല്ല, ഖബർ കെട്ടിപ്പൊക്കിയാൽ വഖഫ് ചെയ്യപ്പെട്ടത്, അതായത് പള്ളിക്ക് വേണ്ടി അല്ല, ഖബർ ആളുകളെ മറവ് ചെയ്യാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമി, ആ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ഖബർ മറവ് ചെയ്യാൻ വേണ്ടത് അവിടെ കൃഷി ഉണ്ടാക്കാൻ പാടില്ല. ഫത്തുൽ മീൻ പറഞ്ഞു അവിടെ കൃഷി നടത്താൻ പാടില്ല, കാരണം ആളുകൾക്ക് മറവ് ചെയ്യാനുള്ളതല്ലേ. അവിടെ അതുപോലെ തന്നെ വാടക ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടുണ്ടോ? പാടില്ല, അത് ഖബർ മറവ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ലേ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല? അതായത് മുസബ്ബലായത് മൗഖൂഫായ ഭൂമിയുണ്ട്, ഖബർ മറവ് ആളുകളെ മറവ് ചെയ്യാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമി. ആ ഭൂമിയിൽ ആളുകളെ മറവ് ചെയ്യാനുള്ളതാണ്, അതിനുവേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതാണ്. അവിടെ ഒരാൾ ഖബർ കെട്ടിപ്പോക്കുകയാണ്, കുബ്ബുണ്ടാക്കുകയാണ്, പൊതു ശ്മശാനാണ്. പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് അതിന്റെ ലക്ഷ്യമല്ല. വഖഫ് ചെയ്യപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ആളുകളെ മറവ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അവിടെ ഒരാൾ കുബ്ബ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഖബർ കെട്ടിപ്പോക്കുക ചെയ്താൽ ആ അദ്ദേഹം നുരുമ്പിപ്പോയാൽ വീണ്ടും അവിടെ അടുത്ത ഖബർ മറവ് ചെയ്യണം, അതിനിത് തടസ്സമാകും. അതുകൊണ്ട് നിനക്ക് അനുവദിക്കാത്ത കാര്യം നീ കയ്യേറ്റം ചെയ്തതുകൊണ്ട് അങ്ങനെ പൊതു ശ്മശാനത്തിൽ ഖബർ കെട്ടിപ്പോക്കിയിട്ടുണ്ടെങ്കിൽ പൊളിക്കണം. അത് ഖബറിന് മാത്രമല്ലതല്ല, കേട്ടോ നിങ്ങൾ. വലാ ഫർഖ ബൈന കുബ്ബുണ്ടാക്കല് ശരി, ഔ ബൈതൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇടവണ്ണ ഖബർസ്ഥാനിൽ വീടുണ്ടാക്കിയാൽ ഇടവണ്ണക്കാര് പൊളിക്കൂലേ? നിങ്ങൾ മാത്രല്ല. ഔ മസ്ജിദൻ, പള്ളി ഉണ്ടാക്കാൻ പാടില്ല. ചില സ്ഥലങ്ങളിൽ ഖബർസ്ഥാനിയിലേക്ക് പള്ളി പുരോഗതിപ്പെടുത്തുമ്പോ പള്ളി ഉണ്ടാക്കാറില്ലേ? അതും പാടില്ല. മാത്രമല്ല വരുമാനം കിട്ടാൻ വേണ്ടി ബിൽഡിംഗ് ഉണ്ടാക്കിയാലും ഖബർസ്ഥാനിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ പാടില്ലെന്നത് പണ്ഡിതന്മാർ, ഷാഫി പണ്ഡിതന്മാർ പറഞ്ഞതാണ്. എന്നിട്ട് ഈ ഉദ്ധരണിയാണ് ഇതിന് മറുപടി എന്നുള്ള നിലക്ക് വായിക്കുന്നത്. നോക്കൂ, ഇമാം ഷാഫി മദ്ഹബിലെ പ്രധാന പണ്ഡിതനാണ്. ഹറമൈനി റളിയല്ലാഹു അൻഹു അവരുടെ കിതാബിൽ എന്താ പറഞ്ഞത്? വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ ഖബർ ഉണ്ടാക്കാൻ പാടില്ല, കാരണം അത് നിനക്ക് മാത്രമുള്ളതല്ല, അത് ആളുകളുടെ മൊത്തം അവകാശമാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി അവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണെങ്കിലോ യാതൊരു കുഴപ്പമില്ല. ഈ ഷാഫി മദ്ഹബ് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇടവണ്ണയിലുള്ള നല്ലവരായ മുജാഹിദുകളെ, ഇവരുടെ ദുർവ്യാഖ്യാനം നിങ്ങൾ എത്ര കാലം കേട്ടു നിൽക്കണം? നിങ്ങൾ സുന്നികളെ കേൾക്കണം. ഇവർ പറയുന്നതെല്ലാം കബളിപ്പിക്കൽ മാത്രമാണ്. ഇവിടെ സവാജിർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അബ്ദുൽ മലിക് എന്ന് പറയുന്ന മൗലവി ഞങ്ങൾക്ക് മറുപടി പറയുമ്പോ ഈ സവാജിറിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പൊളിക്കണം, പൊതു ശ്മശാനത്തിലല്ലാത്ത സ്ഥലത്തും പൊളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശേഷം ഇന്തഹ എന്ന ഒരു വാക്കുണ്ട്. ആര് പറഞ്ഞ വാക്കാണിത് കഴിഞ്ഞത്? അതായത് ഇബ്നു തൈമിയ്യ
പോലുള്ള മുജസ്സിമത്തുകളായ ഹനാബിലത്ത് അവർ പറഞ്ഞ വാക്കാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി സവാജിറിൽ കോട്ട് ചെയ്തത്. എന്നിട്ട് അത് ഇബ്നു തൈമിയോ ഹനഫി അംബരികളോ പറഞ്ഞതാണ് എന്നൊന്നും പറയാതെ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ പേരിൽ കെട്ടിവെച്ച അബ്ദുൽ മലിക് മൗലവി, ഞാൻ പറയുന്നു നോക്കൂ നിങ്ങൾ, ഇനി ഉമദാ ഷാഫി മദ്ഹബിലെ കിതാബ് കേട്ടോ, ഇഖ്നാവ് നോക്കൂ നിങ്ങൾ, വലാ ഫർഖ ബൈന യബ്നിയ ഖുബ്ബതൻ ഔ ബൈതൻ ഔ മസ്ജിദൻ ഗൈറ ദാലിക, ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഖബർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞത് അതും വേണമല്ലോ നമ്മൾ കേൾക്കുക. അപ്പോ ഷാഫി മദ്ഹബിൽ പറയാ, ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം നോക്കൂ നിങ്ങൾ, വളരെ കൃത്യമാണ്. തുഹ്ഫ തന്നെ പറയുന്നു, വകാന ഇദാ ഉസ, നമുക്കൊക്കെ പരിചയമുള്ള, ആദ്യം ഞാൻ ഫത്ഹുൽ മുഈൻ തന്നെ വായിക്കാം എന്നിട്ട് നമുക്ക് തുഹ്ഫ. വലവു ഔസാലി മസ്ജിദിൻ യബ്നി, അവൻ എടുക്കാൻ പോകുന്ന ഒരു പള്ളിക്ക് വേണ്ടി ഒരാൾ വസിയത്ത് ചെയ്യാണ്. വസിയത്ത് എന്തായിരിക്കണം? ഖുർബത്താകണം എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവൻ എടുക്കാൻ പോകുന്ന പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്താൽ ശരിയാകൂല എന്നിങ്ങനെ പറഞ്ഞിട്ട് ലം തസിയ വൈൻ ബുനിയ ഖബല മൗതിഹി ഇല്ലാ തബഅൻ, അതൊരു പള്ളിയോട് ചേർന്നുണ്ടാക്കിയ ഒരു വികസനമാണെങ്കിൽ ഒഴികെ അല്ലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. നേരത്തെ പറഞ്ഞ മറ്റുള്ള പൊതു ശ്മശാനമല്ലാത്ത സ്ഥലത്ത് ആലിമായ ഒരാളുടെ ഖബറിന്റെ മേലുള്ള കുബ്ബ, അതിനെ പരിപാലിക്കുക എന്നത് വസിയത്ത് ചെയ്യാവുന്ന നല്ല കാര്യമാണെന്ന് ഞങ്ങൾ പള്ളി ദർസിൽ ഓതുന്ന ഫത്ഹുൽ മുഈനിലുണ്ട്, അതുപോലെ തുഹ്ഫയിലുണ്ട്, മുഗ്നിയിലുണ്ട്. ഏത് ഗ്രന്ഥത്തിലാണ് ഇല്ലാത്തത്? ഇനി നിങ്ങൾക്കറിയോ ഇവർ കബളിപ്പിച്ചത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്രേ, അതേ പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൊതു ശ്മശാനത്തിലുള്ള ഖബർ പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിലുള്ള മഹാനായ ഷാഫി ഇമാമിന്റെ കുബ്ബ പൊളിക്കാൻ വേണ്ടി ഇബ്നു അബ്ദുസ്സലാം ഫത്വ കൊടുത്തു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പിൽക്കാല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തന്നെ അവിടുത്തെ ഫതാവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഖുറാഫത്ത് എന്നറിയപ്പെടുന്ന സ്ഥലം അത് ഖബറിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതായിരുന്നു, അതുകൊണ്ടാണ് അത് പൊളിക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് പറയുന്നു അതിൽ ഷാഫി ഇമാമിന്റെ ഖബർ പെടൂല, കാരണം അത് അബ്ദുൽ ഹക്കീം എന്നവരുടെ രാജാവിന്റെ വീടായിരുന്നു. അത് പൊതു ശ്മശാനമല്ലായിരുന്നു. പൊളിക്കണമെന്ന് പറഞ്ഞവര് അതും പൊതു ശ്മശാനമാണെന്ന് കരുതി പറഞ്ഞതാണ്. പക്ഷേ അത് പൊതു ശ്മശാനമല്ല, അതുകൊണ്ട് ഷാഫി ഇമാമിന്റെ അത് പൊളിക്കേണ്ടതില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നു ഈ പ്രസംഗിച്ച മൗലവിമാരോട്, എവിടെ പോയി നിങ്ങളെ ശിർക്ക്? ഖബർ കെട്ടിപ്പൊക്കൽ ശിർക്കാണെന്ന പേരിൽ പൊളിക്കാൻ പറഞ്ഞ പണ്ഡിതരുണ്ടോ? എന്നാൽ ഷാഫി മദ്ഹബിലേക്ക് വരികയാണെങ്കിൽ സ്വന്തം സ്ഥലത്താണ് ഖബർ ഉണ്ടാക്കുന്നതെങ്കിൽ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടില്ലേ ഫുഖഹാക്കൾ? ചില പണ്ഡിതന്മാർ കറാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിശ്വാസം നിങ്ങൾ തുടരാൻ തയ്യാറാണോ? ഷാഫി മദ്ഹബിൽ പറഞ്ഞ അഭിപ്രായം നിങ്ങൾക്ക് റെഡിയാണോ? ഒരു പണ്ഡിതനും ഷാഫി മദ്ഹബിൽ ഖബർ കെട്ടിപ്പൊക്കൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഖുർബത്താന്ന് പറഞ്ഞ ഫത്ഹുൽ മുഈനിൽ തുഹ്ഫയിലും പറഞ്ഞു. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ഇടവണ്ണക്കാരായ ആളുകൾ ഇവർ മൊത്തം നിങ്ങളെ ഖുത്ബയിൽ ഇങ്ങനെ കബളിപ്പിക്കുക. ഞങ്ങൾ പറയുന്നതൊന്ന് വേറെ, ഇവർ നിങ്ങളുടെ മുന്നിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വേറെ. അവരിങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക. സമസ്തക്കാരത് പറഞ്ഞ് ഞങ്ങളെ വിശ്വാസം അതാണ് ഇതാണ് ഇങ്ങനെ പറയാൻ. പക്ഷേ ഇവിടെ സംസാരിക്കാൻ ഇനിയും ഇൻഷാ അല്ലാഹ് പണ്ഡിതന്മാരുണ്ട്. മറ്റൊരു സമയത്ത് ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയണം. എനിക്ക് തോന്നുന്നത് കേട്ടപ്പോൾ കുറേ ഇടവണ്ണക്കാർക്കും തന്നെ ഇതൊക്കെ ഒന്ന് കേട്ടാൽ തരക്കേടില്ല. കുറേ കാലം നമ്മൾ മൗലവിമാരുടെ പ്രസംഗം അങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതുകൂടി കേട്ടെങ്കിലേ കാര്യങ്ങൾ വിലയിരുത്താൻ പറ്റുള്ളൂ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അവസരം നമുക്ക് ഇനിയും ഉണ്ടാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട റഷീദ് സഖാഫി പത്തപ്പരിയും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഉടനെ പ്രസംഗിക്കും. അതുപോലെ വഹാബ് സഖാഫി മമ്പാട് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ആ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ നിന്ന് കേൾക്കണം. ഇന്ന് മുജാഹിദുകൾ തമ്മിലടിക്കുന്നു ശിർക്കും തൗഹീദിന്റെയും പേരിൽ. അതിലേക്കൊന്ന് കടന്നു വരാൻ ഇപ്പൊ സമയമായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ കടന്നു വരും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് ഈ സായികളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആരോടുള്ള വിദ്വേഷം കൊണ്ടല്ല, ദീന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളൊക്കെ
നമ്മളൊക്കെ ഉത്തരവാദിത്തമാണല്ലോ പറഞ്ഞു കൊടുക്കല്, സ്വീകരിക്കൽ കേൾക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് വേണമെങ്കിൽ കൊള്ളാം തള്ളാം, ഞങ്ങൾ ഇതിൽ നിന്ന് ബരിയാണ്. പടച്ചവന്റെ മുന്നിൽ, ഇടവന്നക്കാരെ മുന്നിലും ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് പടച്ചവനെ എന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കണമല്ലോ. അള്ളാഹു ആ നിലയ്ക്ക് ഇതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ഖൈറായ കാര്യം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും എല്ലാവിധ തൗഫീഖും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.